സോദിന്റെ കലവറയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നൈറ്റ് വൈബ് അടിപൊളിയാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വട്ടപ്പാറ വേങ്ങോട് സ്വദേശിയാണ്. ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ, എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് രതീഷ് എന്നാണ്. എൻ്റെ സ്ഥലം വേങ്ങോടാണ്. എന്ത് വിഭവമാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്? ഇന്ന് നാടൻ ചിക്കൻ വരട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് ഇത്. ഫ്രഷായി കഴുകിയെടുത്ത ചിക്കനാണ് 1.5 കിലോ. ഇത് തേങ്ങാപ്പാല്. ചേട്ടാ, തേങ്ങാപ്പാല് സാധാരണ ചിക്കൻ കറി ഉപയോഗിക്കാറില്ലല്ലോ, ഇത് സ്പെഷ്യൽ ആയതുകൊണ്ടാണോ ഉപയോഗിക്കുന്നത്? തേങ്ങാപ്പാല് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മുളക് പൊടി, സാധാ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി കളർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് മഞ്ഞൾപ്പൊടി, അത് കടുക്, വറ്റൽമുളക്, മസാല. ഇതെന്താ ചേട്ടാ? കടലമാവ്, പച്ചമുളക്, കുരുമുളക്. കുരുമുളക് പൊടിച്ച് പേസ്റ്റ് ആക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി. ഇത് ഇത്രയും പേസ്റ്റ് ആക്കണം. പിന്നെ ഇത് വറുക്കാൻ നേരത്ത് എണ്ണയിലിട്ട് സവാളയും ചെറിയ ഉള്ളിയും ടേസ്റ്റ് കൂടാൻ വേണ്ടി വറുത്തെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടിലേക്ക് പോയാലോ? ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്ന കൂട്ടാണ്. മുളക് പൊടി 2 സ്പൂണ്, ചില്ലി പൗഡർ 1 സ്പൂണ്. ചില്ലി പൗഡർ കളറിന് വേണ്ടിയാണ് ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ മല്ലി 2 സ്പൂണ്. മല്ലി ഉപയോഗിക്കുന്ന കണക്ക് ഇവിടെ മുളക് പൊടി അല്ല, അതിൻ്റെ കൂടുതൽ ചേർക്കണം. ബാക്കി നമുക്ക് നോക്കിയതിന് ശേഷം ചേർക്കാം. ഇത് കടലമാവ് 1 സ്പൂണ്. കുറച്ചുപ്പ്. ബാക്കിയെല്ലാം പേസ്റ്റ് ചെയ്ത് ഇതിൽ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ കൂട്ടുകളെല്ലാം ചേർത്ത് ചിക്കനിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ചിക്കൻ എല്ലാം റെഡിയാക്കി മസാല കൂട്ടെല്ലാം പുരട്ടിയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഇതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചേട്ടാ, എന്താ ഇനി അടുത്ത പ്ലാൻ? നമുക്കിതിന് ഉള്ളി വരട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ? അതെ. ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, ഇന്ന് രതീഷ് ഏട്ടൻ ചെയ്ത് നാടൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ ഞാൻ പഠിക്കും മിക്കവാറും. ഇനി കുറച്ചുകൂടെ മൂക്കണം കേട്ടോ. ഇത് മതിയോ? അപ്പോൾ ഇനി നമുക്ക് സവാള ചേർക്കാം അല്ലേ? ഇനി അടുത്തായി സവാള. നല്ല ബ്രൗൺ കളറിൽ വരണം അല്ലേ? ബ്രൗൺ കളറിലാവും. വന്നതിന് ശേഷം ചിക്കൻ ഇടാം. ചിക്കൻ പെരട്ട് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കണ്ടേ? എന്തെങ്കിലും വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കി തരാം. കപ്പ ഉണ്ടാക്കി കപ്പയുടെ കൂടെ കഴിക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി അല്ലേ ചേട്ടാ? ആയി വരുന്നു. അപ്പോൾ രതീഷ് ഏട്ടൻ സവാള നന്നായി വഴറ്റിയിട്ടുണ്ട്. സവാള നല്ലൊരു ബ്രൗൺ കളറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി എന്താ ചേട്ടാ ചെയ്യണേ? ചിക്കൻ ഇടുക. ഇനി ചിക്കനിൽ നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മസാല കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. ചിക്കൻ ചേർക്കാറായോ? ആയി.
അപ്പോൾ ചിക്കൻ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചിടണം. 2 മിനിറ്റ് അടച്ചിടണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി 2 മിനിറ്റ് അടച്ചിടണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ശകലം തേങ്ങാപ്പാലൂടെ ചേർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് അടച്ചിട്ട് വെന്തതിന് ശേഷം ചേർക്കട്ടെ. തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. അതെയോ? ഒരു 20 മിനിറ്റ് ഇത് ഒന്ന് നന്നായി വേകാൻ വേണ്ടി ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ചിക്കൻ പെരട്ട് ഏത് പരിവായും നമുക്ക് നോക്കണ്ടേ? നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. സൂപ്പർ. നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്കിതിൽ മുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കണം. അപ്പോൾ ചിക്കൻ പെരട്ട് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്തൊരു മണം. കോശയും രതീഷേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടും ഞാൻ കഴിക്കാൻ പോവുകയാണ്. കഴിച്ചു നോക്കട്ടെ എന്താകുമെന്ന് അറിയാം. ചിക്കൻ ചേട്ടാ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ചിക്കൻ പെരട്ടാണ്. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഒരു ചിക്കൻ പെരട്ട് നല്ല നാടൻ രീതിക്കുള്ളത് കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടലിൽ നിന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല. എന്തായാലും ഇത് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതല്ലേ. പിന്നെ പ്രേക്ഷകരോടായി നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. രതീഷേട്ടൻ്റെ ഈ തനി നാടൻ ചിക്കൻ പെരട്ട്. സ്വാദിൻ്റെ കലവറയുടെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഗുഡ് നൈറ്റ്, ബൈ ബൈ.